ഹായ് ഓൾ, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ടെയിൽസ് ഓഫ് ട്രാവൽസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് എന്ന് പറയുന്നത് സാൻ ഫ്രാൻസിസ്കോയിലേക്കാണ്. സോ US-ന്റെ ഈസ്റ്റ് സൈഡിൽ നിന്നും വെസ്റ്റ് സൈഡിലേക്ക് ഓൾമോസ്റ്റ് 7 സ്റ്റേറ്റ്സ് കടന്നാണ് നമ്മൾ പോകുന്നത്. വളരെ എക്സൈറ്റഡ് ആണ് സാൻ ഫ്രാൻസിസ്കോ കാണാനായിട്ട്. വളരെ ലോങ് ഫ്ലൈറ്റ് ആണ്, 6 hours ഉണ്ട്. ഞങ്ങൾ രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. 6 hours കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ ഇതിനു മുമ്പ് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഫ്ലൈറ്റിൽ ഇത്രയും ടൈം. കാരണം മോൾ ഓൾമോസ്റ്റ് 1 year കഴിഞ്ഞു. അപ്പോൾ വളരെ ആക്റ്റീവാണ്. അപ്പോൾ അവളെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് മാക്സിമം സ്ക്രീൻ ടൈം ഒക്കെ ഒഴിവാക്കി ഞങ്ങൾ കളികളും ചിരികളും പാട്ടും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ എൻ്റർടൈൻ ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ ഫ്ലൈറ്റ് അറ്റൻഡൻസും എയർ ഹോസ്റ്റസും ഒക്കെ വളരെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നല്ല ഫുഡായിരുന്നു. അമേരിക്കൻ എയർലൈൻസ് ആണ് ഞങ്ങൾ ചൂസ് ചെയ്തിരുന്നത്. കുഞ്ഞിനെ കൊണ്ട് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് നല്ല ഫെസിലിറ്റീസും നല്ല ഹോസ്പിറ്റാലിറ്റീസും എപ്പോഴും നമ്മുടെ പ്രയോറിറ്റി ആണല്ലോ. 6 hours ഫ്ലൈറ്റ് ആണെങ്കിലും നമ്മൾ സാൻ ഫ്രാൻസിസ്കോയിൽ എത്തുന്ന ടൈം എന്ന് പറയുന്നത് 9:30 AM ആണ്. സോ ട്രിപ്പ് പോകുന്നതിന് മുമ്പുള്ള എക്സൈറ്റ്മെന്റിൽ സാൻ ഫ്രാൻസിസ്കോയുടെ ഹിസ്റ്ററി ഒക്കെ കുറച്ച് റെഫർ ചെയ്തിരുന്നു. സാൻ ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന പേര് തന്നെ വന്നിരിക്കുന്നത് സ്പാനിഷിൽ നിന്നാണ്. അത് സെന്റ് ഫ്രാൻസിസിന്റെ പേരിലാണ് ഈ സ്റ്റേറ്റിലെ ഈ വലിയ സിറ്റി വന്നിരിക്കുന്നത് തന്നെ. നോർത്തേൺ കാലിഫോർണിയയിലെ കൊമേഴ്ഷ്യൽ, ഫിനാൻഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്റർ ആണിത്. പക്ഷേ നമ്മൾ ഇന്ത്യയിലെ പോപ്പുലേഷനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 8 ലക്ഷമേ ഉള്ളൂ ഈ വലിയൊരു സിറ്റിയിൽ. ഇതെന്ന് പറയുന്നത് 4th പോപ്പുലസ് ആയിട്ടുള്ള സിറ്റിയാണ് കാലിഫോർണിയയിലെ. അങ്ങനെ ഫൈനലി ഞങ്ങൾ സാൻ ഫ്രാൻസിസ്കോ എയർപോർട്ടിലെത്തി. ഇപ്പോൾ ഞങ്ങൾ ഷട്ടിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഷട്ടിൽ വന്നു. നമ്മൾ ഹോട്ടൽസ് ചൂസ് ചെയ്യുമ്പം ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് ഷട്ടിൽസ് ഉള്ള ഹോട്ടൽസ് നോക്കി ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഞങ്ങൾക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു, ബട്ട് ഇറ്റ് വാസ് ഓക്കെ. അപ്പോൾ ഞങ്ങൾ ലഗേജൊക്കെ വെച്ചിട്ട് നേരെ തന്നെ ഇവിടുത്തെ വൺ ഓഫ് ദി അട്രാക്ഷൻസ് ആയ ഫിഷർമാൻസ് വാഫിലേക്കാണ് പോകുന്നത്. 2022 തന്നെ 1.7 million ഇന്റർനാഷണൽ വിസിറ്റേഴ്സാണ് സാൻ ഫ്രാൻസിസ്കോ കാണാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ് പിയർ 39. ഒരുപാട് ഷോപ്പിംഗ് സെന്റേഴ്സ്, റെസ്റ്റോറൻറ്റ്സ്, സ്ട്രീറ്റ് പെർഫോമൻസ്, പിന്നെ കാലിഫോർണിയയിലെ തന്നെ കുറേ സീ ലയൺസിനെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു ലൊക്കേഷനാണ് പിയർ 39. സോ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. സോ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കുറേ സമയമായി. പിയർ 39ലേക്ക് പോകുന്നതുകൊണ്ട് അവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ വളരെ സ്പെഷ്യലാണ്. അപ്പോൾ അവിടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഫുഡൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ആണ് നമ്മുടെ എയിം. അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ സാൻ ഫ്രാൻസിസ്കോയുടെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പാണ്. നമ്മൾ ന്യൂയോർക്കിൽ നിന്നും കാണുന്ന പോലെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പ് അല്ല. കയറി ഇറങ്ങിയുള്ള നല്ല നല്ല വ്യൂ ആണ്. അതുപോലെ ഓഷ്യൻ്റെ വ്യൂ നമുക്ക് ഇവിടുന്ന് തന്നെ കാണാം. ഞങ്ങൾ എൻജോയ് ചെയ്യാണ്. ഫൈനലി ഞങ്ങൾ പിയർ മാർക്കറ്റിലെത്തി. സൺഡേ ആയതുകൊണ്ട് വളരെ റഷായിരുന്നു, ബട്ട് നല്ലൊരു വൈബായിരുന്നു അവിടെ ചെന്നപ്പോൾ. സോ പിയർ മാർക്കറ്റിലെ സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങൾ ടേക്ക് ഔട്ടാണ് എടുത്തത്. കുറച്ച് ടൈം വെയിറ്റ് ചെയ്തു, പക്ഷെ റിസർവേഷൻ ഇല്ലാത്തതുകൊണ്ട് ടൈം എടുക്കുമായിരുന്നു. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രെഡുണ്ട്, സൗഡോർ ബ്രെഡ്. അതൊരു ഫ്രഞ്ച് ഡിഷാണ്. ഈ സെയിം ഡിഷ് ഞങ്ങൾ നാട്ടിൽ പാരഗൺ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ പിയർ മാർക്കറ്റിൽ നിന്ന് പിയർ 39ലേക്ക്, അത് നടക്കാവുന്നൊരു ദൂരമേ ഉള്ളൂ, 5 മിനിറ്റ് ഉണ്ടാവും. അപ്പോൾ മാർക്കറ്റൊക്കെ കണ്ട് ഞങ്ങൾ ആസ്വദിച്ച് അങ്ങോട്ടേക്ക് നടക്കാം. അപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ മാർക്കറ്റൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാനായിട്ട് ഇറങ്ങി നടന്നു. അങ്ങനെ കുറേ ചോക്ലേറ്റ് കടകളും ഗിഫ്റ്റ് ഷോപ്പും ബേക്കറിയും, മോസ്റ്റ്ലി റെസ്റ്റോറൻറ്റ്സ് ആണ്. പിന്നെ കുറച്ച് ടീഷർട്ടൊക്കെ ലൈക്ക് കാലിഫോർണിയ, സാൻ ഫ്രാൻസിസ്കോ എന്നൊക്കെ എഴുതി പ്രിൻ്റ് ചെയ്ത ടീഷർട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ട് ഞങ്ങൾ പിയർ 39ലേക്ക് നടക്കും. പിയർ 13 എന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലമല്ല, അത് ഇതിന് ചുറ്റുമുള്ള കടലിനോട് ചേർന്ന് കിടക്കുന്ന പാലം, ആ ഒരു കടൽപ്പാലമാണ് പിയർ 39 എന്ന് പറഞ്ഞ സ്പോട്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്കെല്ലാം ഈ പിള്ളേരെ എൻ്റർടൈൻ ചെയ്യാനായിട്ടുള്ള നമ്മുടെ നാട്ടിലെ കാർണിവൽ രീതിയിൽ ഇവിടെ കുറേ റൈഡുകളും, ഹോഴ്സ് റൈഡ്, അങ്ങനെ ഒരു റൈഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളത് കയറിയില്ല. മോൾക്ക് അതിൽ കയറാനുള്ളൊരു പ്രായമായില്ല.
പിന്നെ ഇതിന് തൊട്ടടുത്ത് തന്നെ അക്വേറിയം ഉണ്ട്. അപ്പോൾ അക്വേറിയവും ഞങ്ങൾ വിസിറ്റ് ചെയ്തില്ല, ബിക്കോസ് ഞങ്ങൾക്ക് അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. നമ്മൾ മാർക്കറ്റിൽ നിന്ന് നേരെ പിയർ 13 ലൈനിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ആ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ പിയർ 39 മെയിൻ അട്രാക്ഷൻ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യണം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കുറേ സീ ലയൺസ് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കിടക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ്. ഈ സീ ലയൺസിനെ കാണാൻ പറ്റിയത് ഞങ്ങളുടെ ലക്കാണ്. കാരണം ഇത് സീസണലാണ്, എല്ലാ ടൈമിലും ഇവിടെ ഉണ്ടാവാറില്ല. ഒരുപാട് പേര് ഇത് കാണാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് സീ ലയൺസും ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം പണ്ട് ഒരുപാട് ബോട്ടുകൾ കൊണ്ടുവന്ന് ഡോക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ സീ ലയൺസിൻ്റെ വരവ് തുടങ്ങിയതിന് ശേഷമാണ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടുന്ന് ബോട്ടുകൾ ഡോക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തു. നാഷണൽ അറ്റൻഷൻ ഒരുപാട് കിട്ടാൻ തുടങ്ങിയതിന് ശേഷം അങ്ങനെ കുറച്ച് സമയം സീ ലയണിനെയൊക്കെ കണ്ട് കടൽക്കാറ്റൊക്കെ കൊണ്ട് റിലാക്സ് ചെയ്തതിന് ശേഷം ഞങ്ങളൊരു ക്രൂസ് ട്രിപ്പ് ബുക്ക് ചെയ്തു. 1 hour ക്രൂസ് ട്രിപ്പാണിത്. ഇതിൽ നമ്മൾ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് കവർ ചെയ്യും, ആൽക്കട്രാസ് ഐലൻഡ് കവർ ചെയ്യും. അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ വഴിയെ പറയാം. 1980s ആയിരുന്നു സാൻ ഫ്രാൻസിസ്കോയുടെ, കാലിഫോർണിയയുടെ തന്നെ ഗോൾഡൻ റഷ് ഇറ എന്ന് പറയുന്നത്. ആ ഗോൾഡൻ ഇറയിൽ ഒരുപാട് ഗോൾഡ് മൈൻസ് ഒക്കെ പുതിയതായിട്ട് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ കാലിഫോർണിയയുടെ നെയ്ബർ സ്റ്റേറ്റ് ആയിട്ടുള്ള നെവാഡയിൽ ഒരുപാട് സിൽവർ മൈൻസ് കണ്ടുപിടിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ബിസിനസ്സുകൾ, ഒരുപാട് മൈഗ്രേഷൻ, പോപ്പുലേഷനൊക്കെ ഒരുപാട് കൂടി സാൻ ഫ്രാൻസിസ്കോ ഏരിയയിൽ. ആ ഒരു എക്കണോമിക് ബൂമിൻ്റെ ടൈമായിരുന്നു 1980s 1990s ഒക്കെ. പിന്നെ 20s ഒരുപാട് ടെക് കമ്പനീസ്, സിലിക്കൺ വാലി കമ്പനീസ്, പ്രത്യേകിച്ച് ഗൂഗിൾ, ആപ്പിൾ അതുപോലുള്ള കമ്പനികളുടെ മെയിൻ ഓഫീസുകൾ എല്ലാം സാൻ ഫ്രാൻസിസ്കോയിലായിരുന്നു. വലിയൊരു ശ്രദ്ധാകേന്ദ്രമായിട്ട് സാൻ ഫ്രാൻസിസ്കോ വളർന്നൊരു സമയമായിരുന്നു. ഗോൾഡൻ ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് 1937 ബ്രിഡ്ജ് ഓപ്പൺ ചെയ്തു. 1.6 കിലോമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത്. ലോകത്തിലെ തന്നെ വലിയൊരു സസ്പെൻഷൻ ബ്രിഡ്ജാണിത്. ഏറ്റവും കൂടുതൽ ഫോട്ടോസ് എടുത്തിട്ടുള്ളതും ഈ ബ്രിഡ്ജിൻ്റെ എന്നാണ് പറയപ്പെടുന്നത്. ഒരു ബ്രിഡ്ജ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ആൾക്കാർ ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക സാൻ ഫ്രാൻസിസ്കോയിലെ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് തന്നെയായിരിക്കും. ഞങ്ങൾ പോകുന്ന ബോട്ടിൽ ഈ ബ്രിഡ്ജിൻ്റെ ഹിസ്റ്ററിയും ആൽക്കട്രാസ് ഐലൻഡിൻ്റെ ഹിസ്റ്ററിയും ഒക്കെ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര വിൻഡി ആയതുകൊണ്ട് നമുക്കൊന്നും ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അതിമനോഹരമായ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് നമ്മൾ വളരെ അടുത്ത് കണ്ടു. കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടി. നല്ല കാറ്റായിരുന്നുകൊണ്ട് ഒരുപാട് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങളത് ശരിക്കും എൻജോയ് ചെയ്തു.
നെക്സ്റ്റ് നമ്മൾ അൽക്കാട്രാസ് ഐലൻഡാണ് കാണാൻ പോകുന്നത്. ഒരുപാട് നൊട്ടോറിയസ് ആയിട്ടുള്ള ക്രിമിനൽസിനെ താമസിപ്പിച്ചിരുന്ന ഒരു സ്ഥലമാണ്. 1963 ഇത് ഡീകമ്മീഷൻ ചെയ്തു. അതുവരെ ഒരു എസ്കേപ്പ് പ്രൂഫ് ആയിട്ടുള്ളൊരു ഐലൻഡായിട്ടായിരുന്നു ഈ ഒരു തടവറ കൺസിഡർ ചെയ്യപ്പെട്ടിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇവിടുന്ന് എസ്കേപ്പ് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ സ്ട്രക്ചർ സ്ട്രോങ് അല്ല എന്ന് പറഞ്ഞ് ഇത് ഡീകമ്മീഷൻ ചെയ്തത്. അങ്ങനെ ഞങ്ങളുടെ 1 മണിക്കൂറത്തെ ക്രൂസ് ട്രിപ്പിന് ശേഷം ആ ടൗണും സിറ്റിയും ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ പിയർ 39 ചുറ്റും തന്നെ ഞങ്ങൾ നടക്കാൻ പോയി. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കേബിൾ കാർ നമ്മുടെ റോഡിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. റെയിലുണ്ട്. അപ്പോൾ ആ റെയിലിൽ കൂടെ ഉള്ള ബസ്സുകളുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ ഒരു മിനി ബസ്സിൻ്റെ ഒരു വലിപ്പം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനെ കേബിൾ കാർ, സ്ട്രീറ്റ് കാർ, ട്രാം എന്നൊക്കെ പറയും. അപ്പോൾ ഇത് മെയിൻലി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 19th സെഞ്ച്വറിയിലായിരുന്നു. 1873 ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇപ്പോഴും 1950s ആ സമയത്തെ കാറുകൾ ഇപ്പോഴും അത് കീപ്പ് ചെയ്യുന്നുണ്ട്. അത് വിനോദസഞ്ചാരികൾക്കാണ് മെയിൻലി ആ ഒരു പഴമ നിലനിർത്താനും അതൊരു കൗതുകമായതുകൊണ്ട് അവരിപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നത്. പോകുന്ന വഴിക്ക് എനിക്ക് ഭയങ്കര അട്രാക്ഷനായിട്ട് തോന്നിയാണ് ഈ മോഡിഫൈഡ് കാർസ്. നമ്മുടെ നാട്ടിലെ MVD പൊക്കുന്ന പോലെ ഇവിടെ അങ്ങനെ റെഗുലേഷൻ ഇല്ല. ഇവിടെ ഇതൊക്കെ ലീഗലാണ് മോഡിഫിക്കേഷൻ. അത് മാത്രമല്ല വിൻറ്റേജ് കാർസ് ഇത് അവിടുത്തെ കാലിഫോർണിയയിലൊരു മെയിൻ അട്രാക്ഷനാണ്. ആൾക്കാർ ഇതിനായിട്ട് തന്നെ അവിടെ കാണാനായിട്ട് പോകും. എനിക്ക് വേറൊരു അത്ഭുതമായിട്ട് തോന്നിയത് ഡ്രൈവർലെസ് കാർ. അപ്പോൾ ഈ ഡ്രൈവർലെസ് കാറ് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ന്യൂയോർക്കിലാണ്. ന്യൂയോർക്കിൽ ലീഗലല്ല. ബട്ട് കാലിഫോർണിയയിൽ വെയ്മോ എന്ന് പറഞ്ഞൊരു കമ്പനി ജാഗ്വാറുമായിട്ട് ടൈപ്പ് ചെയ്ത് ഡ്രൈവർലെസ് കാറ് ലീഗലായിട്ടുണ്ട്. ഈ ലീഗലാക്കി ഇപ്പം ഞങ്ങൾ കണ്ടു ഇവിടുത്തെ നിയമപ്രകാരം സൈറം അടിച്ചുകൊണ്ടൊരു ഒഫീഷ്യൽ പർപ്പസിലുള്ളൊരു വാഹനമാണ്. അതായത് ഫയർഫോഴ്സോ പോലീസ് വണ്ടിയോ നമ്മൾ വരികയാണെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വണ്ടിയുടെ റോഡിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വണ്ടി ഒതുക്കണമെന്നാണ്. അപ്പോൾ ഈ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു ഫയർ എഞ്ചിൻ വരികയും ഫയർഫോഴ്സിൻ്റെ ഒരു വലിയ വണ്ടി വരികയും അത്
ഈ ഡ്രൈവർലെസ് കാറായിട്ടുള്ള ഈ വെയ്മോ കാറ് സൈഡിൽ ഫോർ ഇൻഡിക്കേറ്റർ ഇട്ട് ഒതുക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ബൗദിൻ ബേക്കറിയാണ്. അപ്പോൾ ഈ ബൗദിൻ ബേക്കറി 1848 സ്ഥാപിച്ചത്. അപ്പം ഫ്രാൻസിൽ നിന്നുള്ള മാസ്റ്റർ ബേക്കേഴ്സ്, അപ്പോൾ ഈ ഗോൾഡൻ ഇറയിൽ ഈ മാസ്റ്റർ ബേക്കേഴ്സ് ഇവിടെ വന്ന് വരികയും ഈ ബേക്കറി സ്ഥാപിക്കുകയും ചെയ്തത്. അപ്പോൾ അവരുടെ അന്നത്തെ ഡിഷാണ് ഈ ഫ്രഞ്ച് ബൗൾ അല്ലെങ്കിൽ സാഡോർ എന്ന് പറഞ്ഞിട്ടുള്ള ഡിഷ്. ഫ്രഞ്ച് ബ്രെഡ്, അതായത് ഈ ബ്രെഡിൽ ഒരു സൂപ്പ് ഒഴിച്ച് നമുക്ക് തരും. അപ്പോൾ ഇവിടെ ഈ ഒരു ഫുഡ് കഴിക്കാനായിട്ട് എല്ലാ ലോകത്തുള്ള പല ആൾക്കാരും ഇവിടെ വരികയും ഇവിടുന്ന് ഈ ബ്രെഡോ അല്ലെങ്കിൽ ഈ ഒരു സൂപ്പ് കഴിക്കുകയും ചെയ്യും. ഞങ്ങളങ്ങനെ നടന്ന് ഈ കേബിൾ കാറിൻ്റെ സ്റ്റേഷനിലേക്ക്, അപ്പോൾ ഓരോ സ്റ്റോപ്പുണ്ട്, അപ്പോൾ ആ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ അവിടെ കയറി. അപ്പം നമ്മൾ നിൽക്കുന്ന സ്റ്റോപ്പിൽ തന്നെ ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഞങ്ങളൊരു 1 ഡേ പാസ്സാണ് എടുത്തത്, $5 സംതിങ് ആയി. അപ്പം ഞങ്ങൾ ആ കാറിൽ കയറി. ശരിക്കും പറഞ്ഞാൽ സിറ്റി ഒന്ന് കറങ്ങുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ നമ്മൾ ആ വണ്ടിയിൽ കയറി സിറ്റി ഒന്ന് ചുറ്റി. അങ്ങനെ ചൈന ടൗണിൽ ഞങ്ങളെത്തി. ഗൂഗിൾ റിവ്യൂ നോക്കി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഞാൻ സേറക്കുട്ടിനെ ഇങ്ങനെ റീൽസ് കണ്ട ഒരു പരിചയത്തിൽ ചോപ്സ്റ്റിക്ക് എങ്ങനെ പിടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനും മറന്നുപോയി. പക്ഷേ അത് കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു തമാശയായിട്ട് തോന്നി. അങ്ങനെ ഇവിടെ ഞങ്ങൾ 3 ഡിഷ് ഓർഡർ ചെയ്യും. ഭക്ഷണം നന്നായിരുന്നു. അപ്പം ചിക്കനും ബീഫും ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പം കാലിഫോർണിയയിൽ മെയിനായിട്ട് സീ ഫുഡാണ് എല്ലാ റെസ്റ്റോറൻറ്റിലും ഓപ്ഷൻസും. സീ ഫുഡ് കഴിക്കാനായിട്ട് തന്നെ ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന് വരാറുണ്ട്. ബട്ട് എനിക്ക് പ്രോൺസ് അലർജി ആയതുകൊണ്ട്, അതായത് ഷെൽ അലർജി എനിക്ക് ഉണ്ടായതുകൊണ്ട് ഞങ്ങളത് ഒഴിവാക്കി. അപ്പോൾ ചിക്കനും ബീഫിലോട്ടുമാണ് അതാണ് ഓർഡർ ചെയ്തത്. ഇവിടുത്തെ ഭക്ഷണങ്ങൾ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഹോട്ടലിൽ പോയി. അപ്പോൾ ഈ ഹോട്ടൽ എന്ന് പറയുന്നത് വിന്തം എന്ന് പറഞ്ഞ ഹോട്ടലായിരുന്നു. ഒരു $80 വെർത്തായിരുന്നു. ബട്ട് നിങ്ങൾ ബുക്ക് ചെയ്യുമ്പം ഷട്ടിൽ സർവീസ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ളത് ബുക്ക് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ ഇതോടുകൂടി ഞങ്ങളുടെ ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.